ഇൻസുലിൻ എന്ന് കേൾക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. ഇൻസുലിൻ്റെ മെയിൻ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് കയറി വരുന്ന ഗ്ലൂക്കോസ് ഉണ്ട്. ഗ്ലൂക്കോസ് നമ്മുടെ എനർജി കിട്ടുന്ന ഒരു ഫ്യൂവൽ. അപ്പം അമിതമായിട്ട് നമ്മുടെ രക്തത്തിലെ ഈ പഞ്ചാരേൻ്റെ അളവ് എന്ന് പറയുന്നില്ല, അതാണ് ഈ പറയുന്ന ഗ്ലൂക്കോസ്. അപ്പോൾ രക്തത്തിലെ പഞ്ചാരയുടെ അളവ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്, കാരണം മരണകാരണങ്ങൾ വരെ സംഭവിക്കാം. അപ്പം ഒരു 70-110 എന്നുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ എന്നും ഒരേ രീതിയിൽ നിർത്തുന്ന ഒരാളാണ് ഇത്. അതിൻ്റെ പണി ഇത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഈ സെൽസാണല്ലോ എനർജി യൂസ് ചെയ്യുന്നത്. ഈ സെൽസിലേക്ക് എനർജി എത്തിക്കുന്ന ഒരു പണിയും കൂടെ ഇതുണ്ട്. ആവശ്യമുള്ള എനർജി സെൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ബാക്കിയുള്ളതിനെ സ്റ്റോർ ചെയ്യാൻ കൂടിയിട്ട് ഈ ഇൻസുലിനാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ എന്നൊക്കെ ശരീരത്തിൽ ഉയർന്നു നിൽക്കുന്നതോ അന്നൊക്കെ നമ്മുടെ ശരീരം സ്റ്റോറേജ് മോഡിലേക്കാണ്. ഈ സ്റ്റോർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ തടി കൂടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് വരുന്ന ഗ്ലൂക്കോസ് ശരീരം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ഇൻസുലിൻ. അപ്പോൾ എപ്പോഴും ഇൻസുലിൻ ഉയർന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു നല്ല കാര്യമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഷുഗേഴ്സും പിന്നെ സ്വീറ്റ്സും ഈ പറയുന്ന മധുര പലഹാരങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ താങ്ങാവുന്നതിനും അപ്പുറം ഗ്ലൂക്കോസാണ് ഒറ്റയടിക്ക് നമ്മുടെ ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവുന്നത് ശരീരത്തിന്. അപ്പം ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാൻക്രിയാസിന് ഓവർ വർക്ക് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മളിത് ഇന്നും നാളെയും ചെയ്യണ കാര്യമില്ല, വർഷങ്ങളായിട്ട് ഇതേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ആകുമ്പം ഒരു ദിവസം പാൻക്രിയാസ് പണി മുടക്കും. അങ്ങനെയാണ് ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് ആയി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലെ പഞ്ചാരേൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഇപ്പം ഇൻസുലിൻ വരുന്നില്ല. അപ്പം അന്നേരമാണ് നമ്മൾ പുറത്തുനിന്ന് ഇൻസുലിൻ കുത്തിവെക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നത്. നമ്മൾ പണി കൊടുത്ത് അവസാനം ഇൻസുലിൻ പണി മുടക്കി. കാരണം നമ്മുടെ പാൻക്രിയാസിൻ്റെ ബേറ്റാ സെൽസ് എന്ന് പറയുന്ന സാധനം, ഇത് ഉൽപ്പാദിക്കപ്പെടുന്ന സെൽസ് നശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പുറത്ത് നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡയബറ്റിക് ആവുന്നതും പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് പല രോഗങ്ങളിലേക്ക് നമ്മൾ പിന്നെ നയിക്കപ്പെടുന്നത്. ഇങ്ങനെ ഇൻസുലിൻ ഇല്ലാണ്ട് ആയിട്ട് നമ്മൾ ഡയബറ്റിക് ആവുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ കൂടുതലായിട്ട് മധുരം കഴിക്കുന്നത്, കൂടുതലായിട്ട് അരിയാഹാരം അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ, മുട്ടായികൾ, ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കുക. ആവശ്യത്തിന് മാത്രം കഴിക്കാൻ, അനാവശ്യമായിട്ട് ഇങ്ങനെ വലിച്ചു വാരി കഴിക്കാണ്ടിരിക്കുക. പിന്നെ അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോകാം. മറിച്ച് അതങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കുറച്ച് കഴിയുമ്പം അനുഭവിക്കുന്നുള്ളതാണ് സത്യം.